ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടവക മധ്യസ്ഥന്റെ തിരുനാൾ സഘോഷം കൊണ്ടാടുകയാണ്. പ്രധാന തിരുനാൾ ദിനമായ അന്ന് വിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞപ്പോൾ അച്ഛൻ അറിയിപ്പുകൾ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, അടുത്ത് നമ്മുടെ പ്രദക്ഷിണമാണ്. പ്രദക്ഷിണം നമുക്കറിയാം, അത് വിശ്വാസ പ്രഘോഷണമാണ്. വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം നാനാജാതി മതസ്ഥർക്കിടയിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രഘോഷണം. അതുകൊണ്ട് അടുക്കും ചിട്ടയുമായിട്ട് പ്രദർശനം കൊണ്ടുപോകണം. പ്രിയപ്പെട്ടവരെ, അതനുസരിച്ച് പ്രദർശനം ഇറങ്ങി, ചെണ്ടമേളമായി, തിരുസ്വരൂപം ഇറങ്ങി, പുരോഹിതൻ അരളിക്കയും പിടിച്ചുകൊണ്ട് പ്രദർശനത്തിന്റെ പുറകിൽ. പ്രദർശനം നടന്നു പോകുന്നതിനിടയിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ ആരംഭിക്കുകയാണ്. ആ സംഭാഷണം 2 ദിവസങ്ങൾക്ക് മുമ്പ് അയൽവക്കത്തൊരു പെണ്ണ് കാണൽ ചടങ്ങുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഒരു സംഭാഷണം തുടങ്ങിയത്. ആ സംഭാഷണം ഒട്ടും വൈകാതെ തന്നെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് ആ സംഭാഷണം നീങ്ങുകയാണ്. 2 പേരെന്നുള്ളത് 6 പേരുടെ ഒരു ക്യൂ ആയി. എന്തായാലും വളണ്ടിയർ അടുത്ത് വന്നു, എന്താണെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അത് അടിപിടിയിലേക്ക് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പങ്കുവയ്ക്കുന്നത് നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം ഒരു വിശ്വാസ പ്രഘോഷണമാണ്. ഈ പ്രഘോഷണം അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരണമെങ്കിൽ പ്രഭാഷകന്റെ പുസ്തകത്തില് 27-ാം അധ്യായം 2-ാം തിരുവാക്യത്തിൽ പറയുന്ന പ്രകാരമാണ്. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്ന പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഒളിച്ചിരിക്കുന്നു. വിശ്വാസം പ്രഘോഷിക്കുന്നിടത്തും വിശ്വാസം ജീവിക്കുന്നിടത്തും നമ്മളിൽ അടിയുറച്ചിരിക്കുന്ന പാപത്തിന്റെ മാലിന്യങ്ങൾ ഉണ്ടോ എന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാം. അതിനുവേണ്ടി ദൈവത്തിന്റെ സഹായം നമുക്ക് തേടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.